ഞാൻ ഡോക്ടർ ഹഫീസ് റഹ്മാൻ, സൺറൈസ് ഹോസ്പിറ്റലിൻ്റെ ഗൈനക്കോളജിസ്റ്റാണ്. ഇന്ന് നമുക്കൊരു പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ്, നമ്മൾ സാധാരണ പറയുന്ന PCOD എന്ന് പറയും. ഇത് നമ്മൾ 40% പേഷ്യൻസിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. അത് പലപ്പോഴും അത് ഇഗ്നോർ ചെയ്ത് അത് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യാതെ പ്രശ്നങ്ങളുണ്ടാകുന്ന ഒരു അസുഖമാണ്. ഇത് കറക്റ്റായിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യും. ആ കറക്റ്റായിട്ട് അതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, മരുന്ന് കഴിക്കാമെന്ന് മാത്രമല്ല, അതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്തു പോകേണ്ടത് ഒരു വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനിതിനെപ്പറ്റി ഇന്ന് പറയുന്നത്. അതായത് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ പ്രമേഹമുള്ള അമ്മമാരിൽ, അതായത് പ്രഗ്നൻസി ആയിരിക്കുമ്പോൾ പ്രമേഹം വരിക, അല്ലെങ്കിൽ പ്രമേഹത്തിന് പ്രോണായിട്ടുള്ള ജെനറ്റിക്കലി പ്രോണായിട്ടുള്ള അമ്മമാരിൽ ഉണ്ടാകുന്ന പെൺകുട്ടികളിൽ വരുന്ന ഒരു പ്രശ്നമാണ് ഈ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ്. അത് ഈ അണ്ടാശയത്തിലല്ല ശരിക്കും ഇതിൻ്റെ അസുഖം വരുന്നത്. ഇതിൻ്റെ അസുഖം വരുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അതായത് ഇൻസുലിൻ ശരീരത്തിൽ നല്ലവണ്ണം പ്രവർത്തിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടാണ് ഇത് വരുന്നത്. ഇത് വരുന്ന പേഷ്യൻസ് സാധാരണഗതിയിൽ ഒരു ഒട്ടുമിക്ക പേഷ്യൻസും വളരെയധികം തടി വെക്കുന്ന പേഷ്യൻസാണ്. വളരെയധികം തടി വെക്കുക, കുറച്ചും കൂടി കൂടുതലായിട്ട് ഇതിന് വരുമ്പോൾ ഈ മുഖത്ത് രോമം വരിക, കഷണ്ടി വരിക, ഈ ഇതിൻ്റെ പുറത്ത് കഴുത്തിന് പുറത്ത് കറുത്ത് വരിക, ഇങ്ങനെ കുറേ ഫീച്ചേഴ്സാണ് ഈ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസിൽ വരുന്നത്. സാധാരണഗതിയിൽ അത്രയും സിവിയർ ആയിട്ടുള്ള രോമമൊന്നും വരണമെന്നില്ല, വെറുതെ തടി വെക്കുള്ളൂ. പക്ഷേ എന്നാലും പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് ആയിരിക്കും. അപ്പോൾ ആ കുട്ടികൾ നമ്മളത് ഇഗ്നോർ ചെയ്ത് പോയി കഴിഞ്ഞാൽ കല്യാണം കഴിക്കുമ്പോൾ ഇൻഫെർട്ടിലിറ്റി വരിക എന്ന് വെച്ചാൽ ഈ അണ്ടാശയത്തിൽ നിന്നും അണ്ടോൽപാദനം കറക്റ്റായിട്ട് നടക്കില്ല ഈ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസിൽ. അപ്പോൾ അവർക്ക് ഇൻഫെർട്ടിലിറ്റി വരാം. അത് കഴിഞ്ഞാൽ ഇവർ പിന്നീട് ഡയബറ്റിക് ആവാം ഈ പേഷ്യൻസ്. ഈ ഡയബറ്റിക് ആവുന്ന പേഷ്യൻസ്, ഇതുപോലെ തടിയുള്ള പേഷ്യൻസ്, ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, ഇങ്ങനത്തുള്ള പേഷ്യൻസിന് ഗർഭപാത്രത്തിൽ ക്യാൻസർ വരാം. അപ്പോൾ ഇങ്ങനെ നിരനിരയായിട്ട് ഓരോ അസുഖങ്ങൾ വരുന്ന ഒരു കാര്യമാണ് ഈ പോളിസിസ്റ്റിക് ഡിസീസ് എന്ന് പറയുന്നത്. അത് നമ്മളൊരു മെറ്റബോളിക് ഡിസീസിൻ്റെ ഒരു മാനദണ്ഡത്തിലേക്ക് വരും. അതായത് നമ്മളിപ്പം തടി കൂടുന്നത് മാത്രമല്ല, മൊത്തത്തിലുള്ള മെറ്റബോളിക് പ്രശ്നങ്ങൾ, അതായത് പ്രമേഹം വരിക, ബ്ലഡ് പ്രഷർ കൂടുക, കൊളസ്ട്രോൾ കൂടുക, തൈറോയിഡിൻ്റെ പ്രശ്നം വരിക, ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ കൂടി വരുന്ന ഒരു അസുഖമായിട്ടാണ് വരുന്നത്. സാധാരണഗതിയിൽ നമ്മളിപ്പം കൊച്ചു കുട്ടികൾ വരെ, ഈ കൊച്ചു കുട്ടികൾ ജനിക്കുമ്പോൾ വളരെ ചബ്ബിയായിട്ട്, അതായത് 5 വയസ്സിലൊക്കെ നല്ല തടി വെച്ചിരുന്ന അമ്മമാർക്കൊക്കെ അച്ഛന്മാർക്കും ഭയങ്കര സന്തോഷമാണ്. പക്ഷേ അതത്ര നല്ലൊരു കാര്യമല്ല. വളരെയധികം ബർത്ത് വെയ്റ്റ് ഹൈ ആയിട്ടുള്ള കുട്ടികൾ, അല്ലെങ്കിൽ 5 വയസ്സാകുമ്പോൾ നല്ല തടിയുള്ള കുട്ടികൾ, ഈ കുട്ടികൾ പെൺകുട്ടികളാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം. ഈ കുട്ടികൾക്കാണ് സാധാരണഗതിയിൽ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് വരുന്നത്. അതുമാത്രമല്ല, പ്രഗ്നൻസി സമയത്ത് വരുന്ന പ്രമേഹം കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്ത് പോകണം. ആ പ്രമേഹം കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യാതിരുന്നാലും ഈ പറഞ്ഞ പോലെ ബർത്ത് വെയ്റ്റ്, അതായത് കുട്ടി ജനിക്കുമ്പോൾ തന്നെയുള്ള ബർത്ത് വെയ്റ്റ് വളരെ കൂടുതലായിട്ട് വരും. ആ കുട്ടികളിൽ ഈ പറഞ്ഞ പോലെ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് വരാം. സാധാരണഗതിയിൽ ഒരു പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസുള്ള പേഷ്യൻസ് ഏകദേശം ഒരു 15-16 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ വേറെ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും അങ്ങനെ റെക്കമെൻഡ് ചെയ്യാറില്ല. നമ്മൾ കുറച്ച് ഡയറ്ററി റെസ്ട്രിക്ഷനും പിന്നെ കൂടുതലും ഇവരുടെ തടി കുറയ്ക്കാനുള്ള ട്രീറ്റ്മെൻറ്റാണ് സാധാരണഗതിയിൽ റെക്കമെൻഡ് ചെയ്യുന്നത്. വളരെ ചുരുക്കം ചിലപ്പോൾ മെറ്റ്ഫോർമിൻ അതുപോലത്തെ ട്രീറ്റ്മെൻറ്റ് മരുന്നുകളിലേക്ക് പോകാറുണ്ട്. പക്ഷേ അത് എല്ലാ പേഷ്യൻസിനും അങ്ങനെ മരുന്നുകളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇവർക്ക് മാസമുറ കറക്റ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് വലിയ കുഴപ്പമില്ല. അതുപോലെ തടി കുറയ്ക്കാം. പൊതുവേ നമ്മൾ കാണുന്നത് വെച്ചാൽ തടിയുള്ള പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് ആണെങ്കിൽ തടി കുറച്ച് കഴിഞ്ഞാൽ അത് നല്ലോണം കുറയുന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ ഇങ്ങനത്തെ പേഷ്യൻസിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഞാൻ എല്ലാ പേഷ്യൻസിനും പറയുന്നത് വെച്ചാൽ, നിങ്ങൾ കല്യാണം കഴിക്കാനുള്ള ഒരു പ്രായം ഏകദേശം 23 വയസ്സാണ്. ഇങ്ങനെയുള്ള പേഷ്യൻസ് സത്യം പറഞ്ഞാൽ 21 വയസ്സ് കഴിഞ്ഞിട്ട് ഏകദേശം എത്രയും പെട്ടെന്ന് പ്രഗ്നൻസി ആയി കുട്ടികളാവുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് ക്രോണിക്കായിട്ട് വരുന്നൊരു അസുഖമാണ്. ഇത് പ്രഗ്നൻസി ഡിലേ ആക്കുന്തോറും പ്രഗ്നൻ്റ് ആവാനുള്ള ബുദ്ധിമുട്ടുകൾ കൂടി വരുള്ളൂ. കാരണം ഇതിന് ട്രീറ്റ്മെൻറ്റ് ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇത് ജന്മനാ ഉള്ളൊരു അസുഖമാണ്. ഇത് വയസ്സ് കൂടുന്തോറും അത് കറക്റ്റായിട്ട് അതിനെ ഗൗനിച്ചില്ലെങ്കിൽ അത് കൂടി വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസ് ഈ പറഞ്ഞ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് 29-30 വയസ്സിൽ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ അവർക്ക് പ്രഗ്നൻസി ആവാനായിട്ട് അതിൻ്റേതായിട്ടുള്ള ഡിഫിക്കൽറ്റി ഉണ്ട്. അത് കൂടാതെ തന്നെ വിവാഹപ്രായം കൂടുമ്പോൾ വളരെയധികം അസുഖങ്ങൾ നമ്മൾ സ്ത്രീകളിൽ കാണാറുണ്ട്. വിവാഹപ്രായം കൂടുമ്പോൾ എന്നല്ല, പ്രഗ്നൻ്റ് ആയില്ലെങ്കിൽ വളരെയധികം അസുഖങ്ങൾ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ അസുഖം, അത് വളരെയധികം കൂടുതലായിട്ട് കാണാറുണ്ട്. ഗർഭപാത്രത്തിലെ ഫൈബ്രോയിഡുകൾ, ഇതെല്ലാം കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള അസുഖങ്ങൾ നമ്മൾ വളരെ നേരത്തെ കണ്ടുപിടിക്കുകയും അതിൻ്റേതായിട്ടുള്ള ചികിത്സ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്.